എസ് കെ എന്ന് മഞ്ചേരിയിൽ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ നടന്നതുപോലെ തന്നെ ഇന്നലെ നമ്മൾ ശൗചാലയത്തെ കുറിച്ച് ശൗചാലയം അത് നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടതാണ്. പറയുമ്പോ എസ് കെയുടെ മൊത്തം എപ്പോഴും ശൗചാലയം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് ഒരുപാട് പണം ചെലവഴിച്ച് വേറൊരു മേഖലയിലേക്ക് കൊണ്ടുപോകുമ്പോഴുള്ള വിഷമാണ്. ഏതായാലും നമ്മൾ അത് ചർച്ച ചെയ്യുന്നില്ല. അത് ചർച്ച ചെയ്യണം. അത് തുറന്ന് പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ചർച്ച ചെയ്യണം. തീർച്ചയായിട്ടും. അപ്പൊ ഇന്നലെ നടന്നതുപോലെ തന്നെ മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കകത്ത് പുതിയൊരു സംഭവം. എന്താണ് ആ സംഭവത്തെ കുറിച്ച് പറഞ്ഞാൽ എല്ലാവരും ഞെട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സംഭവം ഇതാണ്. ചെറിയ കുട്ടികൾക്ക് വേണ്ടി ഏകദേശം ഒരു 10 വയസ്സ് ഏകദേശം ഒരു 12 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വ്യക്തിത്വ വികാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു നസ്വീൻ എന്ന് പറഞ്ഞ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി കുട്ടികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി കുട്ടികളാണ് ഒഴുകിയത്. അത് നല്ലൊരു കാര്യമാണ്. കാരണം എൻ്റെ വളർന്നു വരുന്ന എൻ്റെ കുട്ടികൾക്ക്, എനിക്ക് 2 കുട്ടികളുണ്ട്, ലിസ ഫാത്തിമ, ലിദ ഫാത്തിമ. അവർ കുറച്ച് ആക്റ്റീവാണ് നിലവിലെ സാഹചര്യത്തിൽ. അവരെ പോലെ അവർക്ക് ഒന്നുകൂടി മികച്ച രീതിയിലേക്കൊക്കെ കൊണ്ടുവരാൻ ഇങ്ങനത്തെ ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ നോക്കി നടക്കുകയായിരുന്നു. ഈ ക്യാമ്പ് സത്യത്തിൽ അനിവാര്യം തന്നെയാണോ? ഇത്തരത്തിലൊരു ക്യാമ്പ് അനിവാര്യം? തീർച്ചയായിട്ടും അത് അനിവാര്യമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഏതൊരു മേഖലയിൽ പ്രവർത്തിക്കണമെങ്കിലും കുട്ടികൾ സ്മാർട്ടായിരിക്കണം. അപ്പൊ ഇത് അനിവാര്യമാണോ അല്ലേ എന്നുള്ളത് കുട്ടികൾക്ക് അത് എത്രത്തോളം എഫക്ട് ചെയ്തു എന്നുള്ള കുട്ടികളുടെ അഭിപ്രായത്തിലൂടെ നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് എടുക്കേണ്ടതാണ്. ക്ലാസ്സുകൾ നിരവധി നടക്കുന്നുണ്ടെങ്കിലും ഇത് കുട്ടികൾക്ക് ഇൻട്രസ്റ്റഡ് ആണോ അല്ലെങ്കിൽ കുട്ടികൾ ഇതിൽ ഓക്കെ ആണോ, കുട്ടികൾ ആക്റ്റീവ് ആയോ എന്നുള്ളത് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഈ വ്യക്തിത്വ വികാസം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് ശരിക്കും ഇങ്ങനെ ഒരു ക്യാമ്പ് ഉദ്ദേശിക്കുന്നത്? നമ്മള് ചെറുപ്പ കാലഘട്ടങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത്, ഇങ്ങനത്തെ ക്യാമ്പുകളിൽ ഒരുപാട് അപ്രിസിയേഷനുകൾ കൊടുക്കാറുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്ക് എസ് കെ ഒക്കെ എത്ര പേര് അപ്രിഷിയേറ്റ് ചെയ്തിട്ടുണ്ട്? എന്നെ ഇതുവരെ ഒരാളും അപ്രിഷിയേറ്റ് ചെയ്തിട്ടില്ല. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. ഈ ഒരു അവസരത്തിൽ ഞാൻ അപ്രിഷിയേറ്റ് ചെയ്യും. തീർച്ചയായിട്ടും. അപ്പൊ അപ്രിസിയേഷന് നല്ല പ്രാധാന്യമുണ്ട്. നമ്മളെ കുട്ടികൾ, ഞാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഓർക്കുന്ന കാര്യമാണ്, ചെറുപ്പത്തില് നമ്മളുടെ ഉപ്പയും ഉമ്മ പോലും നമ്മൾ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് കൈയടിച്ചിട്ടുണ്ട്. വീണ്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നമ്മൾ നടത്താൻ അനുവദിക്കും, അല്ലെങ്കിൽ നടത്താൻ കൊണ്ടുവരും. നമ്മളൊന്ന് ഓടി നടക്കുന്ന 1-2 അടി മുന്നോട്ട് നടക്കുന്ന സമയത്ത് അവർ കൈയടിച്ച് നമ്മളെ, അതിനുശേഷം പിന്നീട് ആ പിതാവ് അല്ലെങ്കിൽ മാതാവ് എപ്പോഴെങ്കിലും പ്രോത്സാഹിപ്പിച്ചത് ഓർമ്മ വരുന്നുണ്ടോ? അതാണ് നമ്മൾ കാണുന്നുണ്ടോ? വളരെ കുറവാണ്. ചുരുക്കം ചില ആളുകൾ മാത്രമായിരിക്കും അപ്രിസിയേഷൻ കൊടുക്കുന്നത്. എന്നാൽ ഇത്തരം ക്യാമ്പുകളിൽ ഒരു പാട്ടിന്റെ 1 വരി പാടിയാൽ, ഒരു പ്രസംഗത്തിന്റെ 1 വരി പറഞ്ഞാൽ അവിടെ അപ്രിസിയേഷൻ കൊടുക്കുന്നു, അവിടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. പിന്നീട് 2 വരികളിലേക്ക് അവരെത്തുന്നു, 3 വരികളിലേക്ക് എത്തുന്നു. പക്ഷെ അത്ഭുതകരം എന്ന് പറയട്ടെ, ഇതിൽ ഈ ക്യാമ്പിൽ കണ്ട ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു കാര്യം, വസ്തുത എന്ന് പറയുന്നത് നിരവധി കുട്ടികളാണ് ആ ക്യാമ്പിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി രക്ഷിതാക്കൾ ഇതിന് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും വലിയ ഘടകം തന്നെ. പുതിയ ജനറേഷനിലെ മാതാപിതാക്കൾ മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. അവർക്കറിയാം അവർക്ക് കിട്ടാത്ത പലതും തന്റെ കുട്ടികൾക്ക് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. നമ്മൾ കഴിഞ്ഞ ജനറേഷനിൽ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്? നമ്മള് തേടി നടന്നിട്ടുണ്ട് പലയിടങ്ങളും, പക്ഷെ എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. പറയണ്ട, നമ്മളൊക്കെ തന്തവൈബാണ്. പക്ഷേ കാലത്തിനനുസരിച്ച് നമ്മൾ മാറി വരുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തിൽ ക്യാമറക്ക് മുന്നിൽ നിന്ന് പറയുമ്പോ ആളുകൾ നമ്മളെ വിലയിരുത്തപ്പെടും. കമന്റ് ചെയ്യരുത്. അത്ര പ്രായമായിട്ടില്ല. ഓക്കെ, ഏതായാലും നമുക്ക് ഈ ഒരു ആശംസ അവർക്കും നമ്മൾ കൊടുക്കാം. അവർക്ക് ആശംസ കൊടുക്കുക മാത്രമല്ല, ഇതിന് ക്ലാസ് എടുക്കാൻ വന്നിട്ടുള്ള ഒരു 1-2 ട്രെയിനേഴ്സ് ഉണ്ട്. മുഹയ്യ, അതുപോലെ തന്നെ അസീന, അതേപോലെ തന്നെ അൻസിറ എന്ന് പറഞ്ഞ ട്രെയിനേഴ്സ് ഉണ്ട്. അവരും യങ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവരും ഇതിനു വേണ്ടി എന്താ പറയാ, കുട്ടികളെ വളരെ രസകരമായിട്ട് കൈകാര്യം ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചു. അപ്പൊ ഇനിയും ഇത്തരം ക്ലാസ്സുകൾ ഇവിടെ വരാൻ സാധ്യത ഉണ്ട്. ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ വരട്ടെ. മഞ്ചേരി എന്താണെന്ന് അറിയില്ല, എല്ലാ രംഗത്തും വല്ലാത്തൊരു പുരോഗമനം കാഴ്ച. ശൗചാലയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത് ശൗചാലയമാണ്. ശൗചാലയം മാത്രമല്ല, വരുന്ന തലമുറയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ വേണം എന്നുള്ളത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളൊക്കെയാണ് ആലോചിക്കുന്നത് എന്നുള്ളത് കൂടി ഇതിലൊരു വസ്തുതയായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിരവധി കോഴ്സുകൾ, ക്യാമ്പുകൾ, ക്ലാസ്സുകൾ ഒക്കെ വരും തലമുറയ്ക്ക് ഉതകുന്ന, അല്ലെങ്കിൽ അവരെ വളർത്തുന്ന, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ഗുണപ്രദമാവുന്ന രീതിയിലേക്ക് ആയി മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, തീർച്ചയായും. അപ്പൊ ഇനി വീണ്ടും എന്ന് പറയാനായിട്ടില്ല, നിങ്ങൾ തൊട്ടടുത്ത നിമിഷം നിങ്ങൾ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത കുട്ടികളുടെ
ഫീഡ്ബാക്ക് ആണ് കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അതിലേക്ക് വരാം. ആ ഫീഡ്ബാക്ക് കണ്ടിട്ട് നിങ്ങൾ അത് വിലയിരുത്തിയിട്ട് തുടർന്ന് ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും ക്യാമ്പുകളും ഒക്കെ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ കൊണ്ടുപോയി പങ്കെടുപ്പിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ കമന്റ് ബോക്സിൽ നമുക്ക് ഒരു ലിങ്ക് കൊടുക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ആ ഗ്രൂപ്പിൽ അവർ ജോയിൻ ചെയ്യട്ടെ. ഓക്കെ, തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു ന്യൂസിന്റെ തൊട്ട് താഴെ കമന്റ് ബോക്സിൽ അത്തരത്തിലുള്ള ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ലിങ്ക് തരാം. നിങ്ങൾ അതിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് നിങ്ങളുടെ മക്കളെ കൊണ്ടുവരും. അവർ നാളത്തെ തലമുറയുടെ ഭാവി വാഗ്ദാനങ്ങളായിട്ട് മാറട്ടെ. ഇന്ത്യ മാറട്ടെ, കേരളം മാറട്ടെ. നമുക്ക് ഇവിടെ ന്യൂസ് റീഡ് ചെയ്യാൻ അവസരം കൊടുക്കാൻ കഴിയും. അങ്ങനെ ന്യൂസ് റീഡ് ചെയ്യാൻ നല്ല വാക്ചാതുര്യമുള്ള ആളുകൾക്ക് നമുക്ക് ന്യൂസ് റീഡ് ചെയ്യാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മക്കളെ ഒരു ന്യൂസ് റീഡറായി കാണാനും ആഗ്രഹം ഉണ്ടെങ്കിൽ, ന്യൂസ് റീഡർ, ഇന്റർവ്യൂവർ, അതുപോലുള്ള ജേർണലിസ്റ്റ്, അങ്ങനെ ഏത് മേഖലയിലും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോളൂ. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന ഒരു ഓഫറാണ്. യാതൊരുവിധ സാമ്പത്തിക നേട്ടവും ഇല്ലാതെ 123 ന്യൂസ് മലയാളം നിങ്ങൾക്ക് നൽകുന്ന ഒരു ഓഫറാണ്. കാത്തിരുന്ന് കാണുക. എന്താ പറയാ, നല്ല മൈൻഡൊക്കെ റിഫ്രഷ് ചെയ്യാൻ പറ്റി. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എല്ലാവർക്കും അടിപൊളിയായി അടിച്ചു പൊളിച്ച് ഇന്ന് ഫുൾ ഡേ അടിപൊളിയായിരുന്നു. എല്ലാവരും ഗെയിംസ് ആയിട്ടും എങ്ങനെയാണ് നമ്മളെ ഗോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്, സെൽഫ് ലവ്, നമുക്ക് എല്ലാതും ഒന്ന് റെഡി ആയിട്ട് നമുക്ക് പറ്റി. ഈ ഒരു ക്ലാസ് ഭയങ്കര ഉപകാരപ്രദമായിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്യാമ്പിനൊക്കെ വരുന്നത്. ബട്ട് എനിക്കെന്തോ നല്ല ഇഷ്ടമായി. ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് പറയാലോ, നല്ല അടിപൊളിയാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മളെ ഓരോരുത്തർക്കും അംബീഷനുകൾ ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിലേക്ക് എന്തൊക്കെ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോരുത്തരും തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഇന്നത്തെ ക്ലാസ് അടിപൊളിയാണ്. എനിക്ക് നല്ല രീതിയിൽ മെഡിറ്റേഷൻ, നല്ലൊരു പെർഫെക്റ്റ് മെഡിറ്റേഷന് നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നല്ല അടിപൊളി ക്ലാസ് ആയിന്. ഒന്ന് ഉഷാറാവാൻ പറ്റി. മെഡിറ്റേഷൻ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ക്യാമ്പിന് വന്നത്. നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ഇനി ഒന്ന് മൈൻഡൊക്കെ ഒന്ന് റിഫ്രഷായി, ഒന്ന് ഫ്രഷായി, ഒന്ന് പുതിയൊരു തുടക്കത്തിലേക്ക് കാല് വെച്ച മാതിരി തോന്നി.